Hello everyone. Now we are moving to our next part that is regarding options. So we have already seen what are derivatives. Derivatives are financial instruments like bank deposits, like properties. They are financial instruments like shares and debentures that derive their value from an underlying asset. They don't have independent value. അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. ദേ ആർ ഡിപ്പെൻഡന്റ്. ദേ ഡിറൈവ് ദെയർ വാല്യൂ. അപ്പൊ ഇവിടെ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. ആ അണ്ടർലൈങ് അസറ്റിന്റെ വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആരുടെ വാല്യൂ? ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ. And we have already seen the classification of derivatives. It can be classified under two heads: commodity derivatives and financial derivatives. Commodity derivatives എന്ന് പറഞ്ഞാൽ അവിടെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? അവിടെ അണ്ടർലൈങ് അസറ്റ് ഗോൾഡ് ആവാം, സിൽവർ ആവാം, പിന്നെ റൈസ് ആവാം, വീറ്റ് ആവാം, ഓറഞ്ച് ആപ്പിൾ, can be anything. And they can be classified into two heads: exchange traded and OTC. Exchange traded എന്ന് പറഞ്ഞാൽ എന്താ? Traded on stock exchange. OTC എന്ന് പറഞ്ഞാൽ സ്മോൾ കമ്പനീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലാതെ വേറെ സ്ഥലത്ത് ട്രേഡ് ചെയ്യും. ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. വി ഹാവ് ഓൾറെഡി സീൻ ടു ഓഫ് ദെം, ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. എന്താണ് ഫോർവേഡ്സ്, എന്താണ് ഫ്യൂച്ചേഴ്സ് എന്ന് ഓൾറെഡി കണ്ടു. ഫോർവേഡ്സും ഫ്യൂച്ചേഴ്സും ദേ ആർ alike, but the difference is that forwards are not traded in recognized stock exchanges, whereas futures are traded in recognized stock exchanges. And now we are going to see the next instrument, option. And at the slide, we will see the fourth instrument, swaps. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മേജർ ക്ലാസിഫിക്കേഷൻ ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന് ഉള്ളത്: ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. Now let's see what are options. ഈ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയ ഓപ്ഷൻ. Options are similar to futures and forwards. They are a contract between two parties where it gives the holder of the party the right but not the obligation. ഇതാണ് ഇവിടെ ഡിഫറൻസ് ഉള്ളത്. അവിടെ നമ്മൾ വാങ്ങണം. ഞാൻ പറയാണ്, ഞാനൊരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തു. ഞാനും പിന്നെ ആരാണ്, ഞാനും ഒരു വേറൊരു സെക്കൻഡ് പാർട്ടിയും കൂടി ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തു. ആ കോൺട്രാക്ട് എന്താണ്? ഞാൻ 3 മാസം കഴിയുമ്പം ആ ആൾക്ക് എന്ത് കൊടുക്കും? 3 kg റൈസ് കൊടുക്കും എന്നുള്ളൊരു കോൺട്രാക്ട് 3 മാസം കൂടുമ്പോൾ. എന്തിനാണ് ഈ കോൺട്രാക്ട് നമ്മൾ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈസ് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ ചില ആൾക്കാരൊക്കെ എസ്പെഷ്യലി കല്യാണ സീസണിലൊക്കെ നമ്മൾ കാണും ഗോൾഡ് ബുക്ക് ചെയ്യും. ഗോൾഡ് എന്ത് ചെയ്യും? ഒരു 10 മാസം കഴിഞ്ഞിട്ടാണ് മാരേജ്, അല്ലെങ്കിൽ ഇറ്റ് ബി എനി ഫംഗ്ഷൻസ്. 10 മാസം കഴിഞ്ഞിട്ട് ഇറ്റ് ബി എനി ഫംഗ്ഷൻസ്, എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ഇന്ന് നമ്മൾ ഗോൾഡ് ബുക്ക് ചെയ്യുന്നു. എന്തിനാണ് ഗോൾഡിന്റെ പ്രൈസ് ബുക്ക് ചെയ്യുന്നത് ഇന്ന് തന്നെ? അതിന്റെ 10 മാസം കഴിഞ്ഞിട്ട് അതിന്റെ പൈസ അഥവാ കൂടുകയാണെങ്കിൽ ഇന്നത്തെ പൈസക്ക് നമുക്ക് വാങ്ങാം. ആ ഒരു കോൺട്രാക്ടിനാണ്, ആ സച്ച് കൈൻഡ് ഓഫ് കോൺട്രാക്ട്സ് ആർ കോൾഡ് ഓപ്ഷൻസ്. അപ്പൊ ഈ കോൺട്രാക്റ്റില് എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ദേ ഹാവ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ആൾക്ക് റൈസ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. കൊടുക്കാനും കൊടുക്കാതിരിക്കാനും പറ്റും. To buy or sell a particular asset at a specified price on or before a specified date. ഇപ്പൊ ഫ്യൂച്ചറിലാണെങ്കിൽ ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് റൈസ് വിൽക്കും എന്നുള്ളൊരു ഫ്യൂച്ചർ എടുത്താൽ അവിടെ എന്തായാലും ഞാൻ വിറ്റിരിക്കണം. നേരെ മറിച്ച് ഓപ്ഷനിലാണെങ്കിൽ ഞാൻ വിൽക്കണം എന്നുള്ളൊരു ഓപ്ഷൻ കോൺട്രാക്ട് എടുത്താൽ എനിക്ക് അവിടെ റൈറ്റ് ആണ്. ഞാൻ വേണമെങ്കിൽ വിറ്റാൽ മതി, വേണമെങ്കിൽ വിൽക്കണ്ട. എനിക്ക് അവിടെ ഒരു നിർബന്ധമായിട്ടൊരു ബാധ്യതയില്ല, റൈസ് വിൽക്കണം എന്നുള്ളൊരു ഒബ്ലിഗേഷൻ ഇല്ല. ഓപ്ഷൻസ് ഹാവ് ഓൾവേസ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അരി വിൽക്കണം എന്നുള്ള ഒബ്ലിഗേഷൻ ഇല്ല, പക്ഷെ വിൽക്കാം വിൽക്കാതിരിക്കാം, അതെന്റെ ചോയ്സ് ആണ്. അങ്ങനെ ഒരു ചോയ്സ് തരുന്ന ആളാണ് ആര്? ഓപ്ഷൻ. ഫ്യൂച്ചറിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 മാസം കഴിഞ്ഞിട്ട് ഇന്ന ദിവസം ഇന്ന സമയം ഇന്ന ഇത്ര കിലോ റൈസ് ഞാൻ വിറ്റിരിക്കണം. പക്ഷെ ഓപ്ഷനിലാണെങ്കിൽ എനിക്ക് വിൽക്കാനും വിൽക്കാതിരിക്കാനും പോസിബിലിറ്റി ഉണ്ട്. ഐ ഹാവ് ദ റൈറ്റ്. That is the option contract. And the person who acquires the right is called option buyer or option holder. The person who confers the right is called option seller or option writer. നമ്മൾ വാങ്ങുന്ന ആൾ എന്ത് വിളിക്കും? ഓപ്ഷൻ ബയർ അല്ലെങ്കിൽ ഓപ്ഷൻ ഹോൾഡർ. ഓപ്ഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾ. സെല് ചെയ്യുന്ന ആൾ എന്ത് വിളിക്കും? ഓപ്ഷൻ സെല്ലർ ഓർ ഓപ്ഷൻ റൈറ്റർ. ഓക്കെ, ഇത് എന്തിലാണ് സെല്ല് ചെയ്യും ബൈ ചെയ്യും ചെയ്യുക? നമ്മൾ ഫ്യൂച്ചറിൽ പറഞ്ഞു നമുക്കൊരു മാർജിൻ എമൗണ്ട് ഫ്യൂച്ചേഴ്സിൽ കൊടുക്കണം. ഓപ്ഷൻസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വാങ്ങുന്നു.
ആ സ്ഥലം വാങ്ങാൻ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? ചെറിയ എമൗണ്ട് ടോക്കൺ ആയിട്ട് കൊടുക്കും അല്ലെ? നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം വാങ്ങുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? ഒരു 10,000 രൂപ അവർക്ക് ടോക്കൺ ആയിട്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. ആൻഡ് ദ സ്പെസിഫിക് പ്രൈസ് ഇൻ സച്ച് കോൺട്രാക്ട് ഇസ് കോൾഡ് എക്സൈസ് പ്രൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ്. എത്ര രൂപയാണോ അതിന്റെ ആ കോൺട്രാക്റ്റിന്, അതിനെ വിളിക്കുന്നതാണ് സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ എക്സൈസ് പ്രൈസ്. ആൻഡ് കോൺട്രാക്ട് എൻഡ് ചെയ്യുന്ന ഡേറ്റിനെയാണ് എക്സ്പയറേഷൻ ഡേറ്റ്, മെച്യൂരിറ്റി ഡേറ്റ് ഓർ എക്സൈസ് ഡേറ്റ്. നമുക്ക് അറിയാവുന്ന ടേംസ് ആണ്. ഓക്കെ, സോ മെയിൻ ഡിഫറൻസ് എന്താണ് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും തമ്മിൽ? ഓപ്ഷൻസ് ഗിവ് ദ ഹോൾഡർ ദ റൈറ്റ്, വിൽക്കാനും വിൽക്കാതിരിക്കാനും വാങ്ങാനും വാങ്ങാതിരിക്കാനും ഉള്ള റൈറ്റ് ഇവിടെയുണ്ട്. നേരെ മറിച്ച് ഫ്യൂച്ചറിൽ എന്താണ്? ദേ ഹാവ് ദ ഒബ്ലിഗേഷൻ. ഇതാണ് മെയിൻ ഡിഫറൻസ്. ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആള് ബയർ ഓർ ഹോൾഡർ എന്ന് പറയും, സെല് ചെയ്യുന്ന ആള് സെല്ലർ ഓർ റൈറ്റർ എന്ന് പറയും. ഏത് പ്രൈസിലാണോ എക്സൈസ് ചെയ്യുന്നത് അതാണ് എക്സൈസ് പ്രൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ്. ഓപ്ഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് ആണ് എക്സ്പയറേഷൻ ഡേറ്റ് ഓർ മെച്യൂരിറ്റി ഡേറ്റ്. ആൻഡ് നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ടോക്കൺ എമൗണ്ടിനാണ് എന്ത് പറയുന്നത്? ഓപ്ഷൻ പ്രീമിയം. ഫ്യൂച്ചറിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മെച്യൂരിറ്റി പ്രൈസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഫ്യൂച്ചറും ഓപ്ഷനും കാര്യം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ജെറോദോ അക്കൗണ്ട് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ടാറ്റ മോട്ടോഴ്സ് വാങ്ങിയെന്ന് വിചാരിക്കാം. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയാൽ കണ്ടോ? ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് കാണാം ടാറ്റ മോട്ടോഴ്സിന്റെ FUT എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ്. ഈ CEP എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് ആണ്. ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ ഫ്യൂച്ചർ 3 മാസമാണ് കാലാവധി. ഇപ്പൊ ജൂലൈ ആയതുകൊണ്ട് ജൂലൈ ലാസ്റ്റിലെ ഫ്യൂച്ചർ ഉണ്ടാവും, ഓഗസ്റ്റ് ലാസ്റ്റിലെ ഫ്യൂച്ചർ ഉണ്ടാവും, സെപ്റ്റംബർ ലാസ്റ്റിലെ ഫ്യൂച്ചർ ഉണ്ടാവും. ഫ്യൂച്ചർക്ക് 3 മാസം മാത്രമാണ് കാലാവധി. 3 മാസത്തിന് അപ്പുറത്തേക്കുള്ള ഫ്യൂച്ചേഴ്സ് നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ജൂലൈ ഫ്യൂച്ചർ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബൈ അല്ലെങ്കിൽ സെല്ല് ക്ലിക്ക് ചെയ്യുക. എത്രയാണോ ഞാൻ പറഞ്ഞു, ഷെയർ നമുക്ക് ഒരു രൂപയുടെ ഷെയർ വാങ്ങാം, 2 രൂപയുടെ ഷെയർ വാങ്ങാം, 3 രൂപയുടെ ഷെയർ വാങ്ങാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ ലോട്ടിലാണ്. ഇവിടെ കണ്ടോ, ഒരു ലോട്ടിൽ 550, പിന്നെ അടുത്ത ലോട്ട് 1100, അടുത്ത ലോട്ട് 1650. അങ്ങനെ ലോട്ടിൽ മാത്രമാണ് എന്തുള്ളത്? ഫ്യൂച്ചേഴ്സ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബൈ ചെയ്യണമെങ്കിൽ ഈ ലോട്ട് എത്രയാണോ അതിനനുസരിച്ച് കൊടുക്കുക. ഈ പ്രൈസ് ഇതാണ് നമ്മുടെ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ നമുക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ ഇൻട്രാഡേ നമുക്ക് ചെയ്യാം കേട്ടോ. അന്ന് വാങ്ങി അന്ന് വിൽക്കാം, ഓവർനൈറ്റ് ചെയ്യാം, അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യം എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി കൊടുക്കുന്നു. ക്വാണ്ടിറ്റി ലോട്ടിലാണ്. 1, 2, 3 ഫ്യൂച്ചറും ഓപ്ഷനും സെയിം ആണ്, ലോട്ടിലാണ് കേട്ടോ. 1, 2, 3 ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 550 ലോട്ടാണ് മിനിമം. പ്രൈസ് 1020 ആണ്. അപ്പൊ നമ്മൾ ഷെയറിൽ കൊടുക്കുന്ന പോലെ 550 into 1020 അല്ല പ്രൈസ് കൊടുക്കുന്നത്. പകരം ഒരു കുറച്ച് എമൗണ്ട് മാർജിൻ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനീഷ്യൽ മാർജിൻ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്, നമ്മള് ഫ്യൂച്ചറിൽ കൊടുക്കുന്നത്. അപ്പൊ ഫ്യൂച്ചറിന്റെ മാർജിൻ എമൗണ്ട് നിങ്ങൾ നോക്കിക്കോട്ടോ. 550 ആണ് ക്വാണ്ടിറ്റി, 1020 ആണ് പ്രൈസ്, മാർജിൻ 1,06,322. ഈ എമൗണ്ട് കൊടുത്താൽ നമുക്ക് ബൈ ചെയ്യാം. ഇനി നമുക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ എന്ത് നോക്കാം? ഓപ്ഷൻസ് നോക്കാം. ഈ CEP എന്നൊക്കെ പറഞ്ഞതാണ് ഓപ്ഷൻസ്. ഇത് ടാറ്റ മോട്ടോഴ്സിന്റെ സാധാരണ പോലത്തെ ഷെയർ. ടാറ്റ മോട്ടോറിന്റെ ഷെയർ വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ വാങ്ങണമെങ്കിൽ ബൈ കൊടുക്കുക. അവിടെ നമുക്ക് ഒരു ക്വാണ്ടിറ്റി 2, 3, 4, 5 ഇഷ്ടമുള്ളത് കൊടുക്കാം, പ്രൈസ് കൊടുക്കാം, ബൈ കൊടുക്കാം. ഇവിടെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? 4 into ഈ എമൗണ്ട് ആണ് വരുന്നത് പ്രൈസ് ആയിട്ട്. ഇവിടെ 5 into ഈ എമൗണ്ട്, അങ്ങനെ 6 ആണെങ്കിൽ 6 into ഈ എമൗണ്ട്. ഇതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? എമൗണ്ട് ആയിട്ട് വരുന്നത്. അതാണ് ഷെയറിൽ വരുന്നത്. ഫ്യൂച്ചർ ഇത് ഷെയർ ആണ്, നമുക്ക് 1, 2, 3 ഷെയർ വാങ്ങാം. ഫ്യൂച്ചർ ആണെങ്കിൽ നമുക്ക് എന്താണ്? 3 മാസത്തേക്കാണ് ഫ്യൂച്ചർ ഉള്ളത്. അത് നമുക്ക് എമൗണ്ട് മാർജിൻ ആയിട്ട് കൊടുക്കാം. പിന്നെ CEP എന്നൊക്കെ ഉള്ളതാണ് എന്ത്? ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ മാർക്കറ്റിലെ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ യൂഷ്വലി എടുക്കുന്നതാണ് ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും എന്ന് വിചാരിച്ചെടുക്കുന്നതാണ് CE. പ്രൈസ് കുറയും എന്ന് വിചാരിച്ചെടുക്കുന്നതാണ് PE. അപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട, ഇത്രയും മനസ്സിലാക്കുക. ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് എടുക്കുക. ഫ്യൂച്ചറിൽ പോലെ തന്നെ ഇതിൽ ഫിക്സഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ലോട്ടിലാണ് നമുക്ക് എടുക്കുന്നത്. 550 ആണെങ്കിൽ 550 into 20 അല്ല പ്രൈസ് വരുന്നത്. പകരം എന്താണ്? ഇവിടെ ഒരു കുഞ്ഞു എമൗണ്ട് ഓപ്ഷൻ പ്രീമിയം ആയിട്ട് കൊടുക്കും. ഇതാ ഇവിടെ കണ്ടോ, പ്രീമിയം 11,165 ആണ് ഓപ്ഷന്റെ പ്രീമിയം വരുന്നത്. നേരെ മറിച്ച് ഫ്യൂച്ചറിൽ എന്തായിരുന്നു? 1 lakh സംതിങ് ആണ്. അപ്പൊ ഫ്യൂച്ചർ ഓപ്ഷൻ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്
ഫ്യൂച്ചറിലെ മാർജിൻ വളരെ കൂടുതലായിരിക്കും, ഓപ്ഷനിലെ എമൗണ്ട് വളരെ കുറവായിരിക്കും. ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് 550 ഇൻറ്റു ഇത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് എമൗണ്ട് ഓപ്ഷൻ പ്രീമിയം ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി, എന്നിട്ട് ബൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഓപ്ഷനും ഫ്യൂച്ചറൊക്കെ ബൈ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്ട്രൈക്ക് പ്രൈസ് എത്രയാണ്? ഈ പ്രൈസ് ആണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് ഓപ്ഷന്റെ മാർജിൻ, ഇതാണ് സ്ട്രൈക്ക് പ്രൈസ് 20.23. ആ പ്രൈസ് നമുക്ക് മാറ്റി കൊടുക്കാം. 20 റുപ്പീസ് വേണമെങ്കിൽ 20 റുപ്പീസ് ആയി നമുക്ക് വാങ്ങാം. ഇതിന്റെ ചാർജ് ആണ് 30 രൂപ. ഇതിന്റെ ഓപ്ഷൻ പ്രീമിയം ആണ് എന്ത് 11,000 ആയിട്ട് വരുന്നത്. ഇതാണ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി hope you have understood little bit regarding option. ഇനി ഓപ്ഷന്റെ ഫീച്ചേഴ്സ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് സ്ട്രൈക്ക് പ്രൈസ്, നമ്മൾ നേരത്തെ കണ്ടു ആ 20 രൂപ. ദ പ്രൈസ് അറ്റ് വിച്ച് വി ബൈ ഓപ്ഷൻ. ഓപ്ഷൻ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന കുറച്ച് എമൗണ്ടിനെയാണ് ഓപ്ഷൻ പ്രീമിയം. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓൺ വിച്ച് ഓപ്ഷൻ എക്സ്പയർസ്. ഓപ്ഷൻ എക്സ്പയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു കൺസെപ്റ്റ് ആണ് വരുന്ന, കൺസെപ്റ്റ് ആണ് ടൈം വാല്യൂ. അതായത് ഓരോ ദിവസം കൂടുമ്പോഴും ഈ ഓപ്ഷന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് വിറ്റാൽ നമുക്ക് പെട്ടെന്ന് ഗെയിൻ ഉണ്ടാവും. പക്ഷെ അന്ന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബൈ ചെയ്യുമ്പോൾ കൂടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗെയിൻ ഉണ്ടാവൂ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഓപ്ഷനിൽ ടൈം വാല്യൂ എന്ന് പറയുന്ന സാധനം, ടൈം ഡീക്കേ എന്ന് പറയുന്ന സാധനം ഉണ്ട്, ഫ്യൂച്ചറിൽ അതില്ല. അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ ഓപ്ഷൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻ ആണ്. അത് ഞാൻ ഡിഫറൻസിലേക്ക് വരുമ്പോൾ പറയാം. ഇവിടെ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. കോൺട്രാക്ട് സൈസ് എന്ന് പറഞ്ഞാൽ ലോട്ടിലാണ്. നമ്മൾ പറഞ്ഞില്ലേ 550, പിന്നെ അടുത്തത് 1100, അങ്ങനെ ലോട്ടിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ വാങ്ങിക്കാനും വിൽക്കാനും പറ്റുള്ളൂ. ഇൻട്രിൻസിക് വാല്യൂ, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ അസറ്റിന്റെ അണ്ടർലൈങ് അസറ്റിന്റെ ഇന്നത്തെ പ്രൈസും ഓപ്ഷന്റെ സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് ഓപ്ഷൻ വാങ്ങുമ്പോൾ. നിങ്ങൾ ഫ്യൂച്ചറിൽ ട്രേഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരുപാട് സ്ട്രാങ്കിൾസ്, സ്പ്രെഡ്സ്, കവേർഡ് കോൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓപ്ഷൻ. ആൻഡ് സെറ്റിൽമെന്റ്സ്, നമുക്ക് ഓപ്ഷൻ രണ്ട് രീതിയിൽ സെറ്റിൽ ചെയ്യാം. ഫിസിക്കൽ ഡെലിവറി സെറ്റിൽ ചെയ്യാം, ക്യാഷിലും സെറ്റിൽ ചെയ്യാം. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻ. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലിവറേജ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഷെയർ കണ്ടില്ലേ, 20 രൂപയുടെ ഷെയർ 550 ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി. 11,000 എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് കൊടുത്താൽ മതി. അല്ലാതെ 20 ഇൻറ്റു 550 ആ എമൗണ്ട് മൊത്തം നമ്മൾ കൊടുക്കണ്ട. കുറച്ച് എമൗണ്ട് കുറച്ച് എമൗണ്ട് നമ്മൾ മാർജിൻ ആയിട്ട് കൊടുക്കും. ബാക്കി എന്താണ്, ലിവറേജ് ആയിട്ട് നമുക്ക് തരും. ലിവറേജ് എന്ന് പറഞ്ഞാൽ കടത്തിന് നമുക്ക് തരും, ഫുൾ എമൗണ്ട് അടിക്കണ്ട. നേരെ മറിച്ച് ഷെയറിനാണെങ്കിൽ എന്താണ്, നമ്മൾ ഫുൾ എമൗണ്ട് അടിക്കണം. അവിടെ നമുക്ക് റിസ്ക് കുറയ്ക്കാം. ഫ്യൂച്ചറിലേക്ക് വാങ്ങിയിട്ട് റിസ്ക് കുറയ്ക്കാം. ഇവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമുക്ക് റൈറ്റ് ഉണ്ട്, വി ഹാവ് ദ റൈറ്റ്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് ഓപ്ഷൻസിൽ. അതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് പഠിച്ചാൽ മതി ഇപ്പൊ തൽക്കാലം. ആൻഡ് ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ടു ട്രേഡ് ഇൻ ഓപ്ഷൻസ്, നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്. ദെൻ ലിമിറ്റഡ് റിസ്ക് ഫോർ ബയേഴ്സ്, ബയേഴ്സിന്റെ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്, നമുക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രാറ്റജീസ് അവിടെ അവൈലബിൾ ആണ്. ആൻഡ് അവിടെ ഒബ്ലിഗേഷൻ ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ, റൈറ്റ് മാത്രമേ ഉള്ളൂ. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ് ഇതിനെ കുറിച്ച് പഠിക്കാൻ. ആൻഡ് ഓപ്ഷൻ സെല്ലേഴ്സിനെ കുറിച്ച് അഥവാ ഓപ്ഷൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ച് ഇതിന്റെ റിസ്ക് കൂടുതലാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ടൈം വാല്യൂ ഓഫ് മണി, ടൈം ഡീക്കേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓപ്ഷന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ദിവസം കൂടുമ്പോൾ. ആൻഡ് ടോട്ടൽ ലോസ് ഒക്കെ കൂടാനുള്ള ചാൻസ്, നമ്മൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. മാർജിൻ റിക്വയർമെന്റ്സ് ഉണ്ട്, അതായത് ഓപ്ഷൻ പ്രീമിയം നമ്മൾ ചെറിയ എമൗണ്ട് കൊടുക്കണം. ആൻഡ് ചില സമയത്ത് നമുക്ക് ഓപ്ഷൻ വിൽക്കാൻ പറ്റില്ല. അവിടെ ലിക്വിഡിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ബയർ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെല്ലറോ ബയറോ ഇല്ലെങ്കിൽ നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റില്ല. ആൻഡ് അതിന്റെ വാല്യുവേഷൻ കുറച്ച് ടഫാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ കമ്പാരിറ്റീവ്ലി ഓപ്ഷന്റെ വാല്യുവേഷൻ, ഓപ്ഷനെ കുറിച്ച് പഠിക്കുക. ഷെയറിനൊക്കെ സംബന്ധിച്ച് ഷെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷനെ കുറിച്ച് പഠിക്കാൻ കുറച്ചുകൂടെ അതൊരു ടഫറാണ്. ഓക്കെ, നൗ റിഗാർഡിംഗ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ്. ഓപ്ഷൻ നമുക്ക് മെയിൻലി 3 ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാം. based on underlying asset, based on rights granted, and based on expiration date. Based on underlying asset, അതായത് underlying asset എന്താണ്, സ്റ്റോക്ക് ആവാം, ഇൻഡെക്സ് ആവാം, ഇൻട്രസ്റ്റ് ആവാം, കറൻസി ആവാം, കമോഡിറ്റി ആവാം. അണ്ടർലൈങ് അസറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യും.
Stock options are those options where underlying asset individual stock, Tata Motors, അങ്ങനെ Reliance, individual stock underlying asset ആയി വരുന്നതാണ് എന്ത് സ്റ്റോക്ക് ഓപ്ഷൻ, നേരത്തെ നമ്മൾ കണ്ടത്. ഇൻഡെക്സ് ഓപ്ഷൻസ് ആർ ദോസ് ഓപ്ഷൻ വെയർ അണ്ടർലൈൻ ഇസ് എ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ബാങ്ക് ഇൻഡെക്സ് ആവാം, IT ഇൻഡെക്സ് ആവാം, അങ്ങനെ ഇൻഡെക്സസ് അണ്ടർലൈൻ അസറ്റ് വരുന്നതാണ് ഇൻഡെക്സ് ഓപ്ഷൻ. ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അണ്ടർലൈൻ അസറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ഇതിന്റെ വാല്യൂ കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ഇതിന്റെ വാല്യൂ കുറയും. ഇവിടെ അണ്ടർലൈൻ അസറ്റ് എന്തായിരിക്കും? കറൻസി ആയിരിക്കും. ഇപ്പൊ $US ആണെങ്കിൽ $ന്റെ പൈസ കൂടുമ്പോൾ ഇതിന്റെ വാല്യൂ കൂടും, കുറയുമ്പോൾ ഇതിന്റെ വാല്യൂ കുറയും. ആൻഡ് ഇൻ കമോഡിറ്റി ഓപ്ഷൻസ് അണ്ടർലൈങ് അസറ്റ് ഇസ് ഫിസിക്കൽ കമോഡിറ്റി, ഗോൾഡ്, സിൽവർ, വീറ്റ്, കോൺ എന്തും ആവാം. അതിന്റെ വാല്യൂ കൂടുമ്പോൾ ഇതിന്റെ വാല്യൂ കൂടും, വാല്യൂ കുറയുമ്പോൾ ഇതിന്റെ വാല്യൂ കുറയും. സോ ബേസ്ഡ് ഓൺ ദ അണ്ടർലൈങ് അസറ്റ്, ഓപ്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ 5 heads: ഇൻഡെക്സ് ഓപ്ഷൻ, സ്റ്റോക്ക് ഓപ്ഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻ, കറൻസി ഓപ്ഷൻ ആൻഡ് കമോഡിറ്റി ഓപ്ഷൻ. പ്രത്യേകിച്ച് ടഫ് ആയിട്ടുള്ള കാര്യമില്ല. ഇതിന്റെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും? ഈ പറഞ്ഞ കാര്യം, ഓരോ കാര്യമായിരിക്കും ഇതിന്റെ അണ്ടർലൈങ് അസറ്റ്. ആൻഡ് ബേസ്ഡ് ഓൺ ദ റൈറ്റ്സ് ഗ്രാൻഡഡ്, നമ്മൾ ഫ്യൂച്ചറിൽ പഠിച്ചിട്ടുണ്ട് കോളും പുട്ടും എന്താണ്. സോ കോൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ടു ബൈ ആണ് കോൾ, ആൻഡ് പുട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓപ്ഷൻ ടു സെൽ ആണ്. സോ കോൾ ഓപ്ഷൻ CE എന്ന് കണ്ടില്ലേ നേരത്തെ ഓപ്ഷനിൽ നോക്കിയപ്പം, അതാണ് കോൾ ഓപ്ഷൻ. PE എന്ന് കണ്ടതാണ് എന്ത്? പുട്ട് ഓപ്ഷൻ. അപ്പൊ യൂഷ്വലി നമ്മൾ പ്രൈസ് കൂടും, ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും എന്ന് കണ്ടാൽ കോൾ ഓപ്ഷൻ എടുക്കും, ഫ്യൂച്ചറിൽ പ്രൈസ് കുറയും എന്ന് കണ്ടാൽ യൂഷ്വലി പുട്ട് ഓപ്ഷൻ എടുക്കും. സോ ഓപ്ഷൻ that gives the holder the right but not the obligation to buy the underlying asset at a specified strike price for a specific time period, paying the option premium, is called call option. Investor buy calls when they believe that the price of the underlying asset will increase. പ്രൈസ് കൂടുമെന്നുണ്ടാകുമ്പോഴാണ് ഇത് വാങ്ങുക. ആൻഡ് സെൽ ഇറ്റ് ഇഫ് ദേ ബിലീവ് ഇറ്റ് ഡിക്രീസ്. കോൾ ഓപ്ഷൻ നമ്മൾ എപ്പോൾ ബൈ ചെയ്യും? കോൾ ഓപ്ഷൻ എന്ന് വെച്ചാല്, കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നത്, ബൈയും സെല്ലും ഉണ്ടല്ലോ, മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ നമ്മൾ വാങ്ങിക്കും, മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? സെൽ ചെയ്യും. ആൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് പുട്ട് ഓപ്ഷൻ. ഇറ്റ് ഗിവ്സ് ദ ഹോൾഡർ ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ ടു സെൽ അണ്ടർലൈങ് എസെറ്റ്. ഇവിടെ ടു ബൈ അണ്ടർലൈങ് എസെറ്റ് ആണ്, ഇവിടെ ടു സെൽ അണ്ടർലൈങ് എസെറ്റ് ആണ്. ആൻഡ് investor buy put option when they believe that the price of the underlying asset will decrease. അപ്പൊ എപ്പോഴാണ് പുട്ട് ഓപ്ഷൻ ആൾക്കാർ വാങ്ങുക? PE ബൈ ചെയ്യുന്നത് എപ്പോഴാണ്? പ്രൈസ് കുറയുമെന്ന് വിചാരിക്കുമ്പോൾ. PE സെൽ ചെയ്യുന്നത് എപ്പോഴാണ്? പ്രൈസ് കൂടുമെന്ന് വിചാരിക്കും. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് നോട്ട് ചെയ്യുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടേംസ് ആണ്, പക്ഷെ ബേസിക്കലി അറിയാം. കോൾ എന്ന് പറഞ്ഞാൽ ബൈ ചെയ്യാനുള്ളതും, പുട്ട് എന്ന് പറഞ്ഞാൽ സെൽ ചെയ്യാനുള്ളതും. എപ്പോഴാണ് നമ്മൾ യൂഷ്വലി ബൈ ചെയ്യുക? മാർക്കറ്റ് കൂടും, അതായത് ഇന്ന് വാങ്ങിയിട്ട് നാളെ ഇരട്ടി പൈസക്ക് വിൽക്കാം. അപ്പൊ മാർക്കറ്റ് കൂടും എന്ന് വെച്ചിട്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നത്, മാർക്കറ്റ് കുറയും എന്ന് വെച്ചിട്ടാണ് നമ്മൾ സെൽ ചെയ്യുന്നത്. അത്രയും കാര്യം മനസ്സിലാക്കുക. ആൻഡ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ എക്സ്പയറേഷൻ ഡേറ്റ്. ആൻഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പയറേഷൻ ഡേറ്റ്, ഓപ്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് into 3: യൂറോപ്യൻ ഓപ്ഷൻ, അമേരിക്കൻ ഓപ്ഷൻ ആൻഡ് ബെർമുഡൻ ഓപ്ഷൻ. യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ they can only be excised on expiration ഡേറ്റിന് മാത്രമേ എക്സൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 30 ഓഗസ്റ്റ് ആണ് എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് മാത്രമേ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും പറ്റുള്ളൂ. അമേരിക്കൻ ഓപ്ഷൻസ് can be excised any time before on expiration date. ഇപ്പോൾ ഓഗസ്റ്റ് 30 ഡേറ്റ് എങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് എക്സൈസ് ചെയ്യാം. ബെർമുഡൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ they can be excised on specific date before the expiration, usually at intervals. അപ്പൊ അവർ കുറച്ച് ടൈം പീരീഡ് തരും, ആ പീരീഡിൽ നമുക്കത് എക്സ്പയർ ചെയ്യാം, എക്സൈസ് ചെയ്യാം. ആൻഡ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ എക്സൈസ് സ്റ്റൈൽ. ഇത് അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ അല്ല, ബട്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഫോർ എക്സാം. ബേസ്ഡ് ഓൺ എക്സൈസ് സ്റ്റൈൽ, ക്യാഷ് ഓപ്ഷനും ഫിസിക്കൽ ഡെലിവറി ഓപ്ഷൻ. ക്യാഷ് ഓപ്ഷൻ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, സെറ്റിൽമെന്റ് ക്യാഷ് ആയിരിക്കും. ഇവിടെ സെറ്റിൽമെന്റ് എന്തായിരിക്കും? ഫിസിക്കൽ ഡെലിവറി ആയിരിക്കും. അപ്പൊ ഇവിടെ യൂഷ്വലി കമോഡിറ്റി ഓപ്ഷൻസ് ആണ് വരാറുള്ളത്. ഓക്കെ, so these are the classification of option based on underlying assets, 5 classification, based on rights 2 classification, based on expiration date 2 classification, based on excise style 2 classification. In difference കൂടെ പറഞ്ഞിട്ട് we'll end this part.
ആൻഡ് ഫ്യൂച്ചറും ഓപ്ഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് ആണ്, ഇവിടെ എന്താണ് ഒബ്ലിഗേഷൻ ആണ്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഒബ്ലിഗേഷൻ ഹാസ് റൈറ്റ്, ഹാസ് ഫുൾ ഒബ്ലിഗേഷൻ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നുകൂടെ ഫ്ലെക്സിബിൾ. ഇവിടെ റൈറ്റ് ആണ്, ഇവിടെ ഒബ്ലിഗേഷൻ ആണ്, സോ ഒബ്വിയസ്ലി ഇതാണ് ലെസ് ഫ്ലെക്സിബിൾ. റിസ്ക് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് റിസ്ക് ഫോർ ബയേഴ്സ് ആണ് ഇവിടെ. അതായത് എത്രയാണോ പ്രീമിയം പേ ചെയ്ത്, നമ്മൾ കണ്ടു പ്രീമിയം എമൗണ്ട് വളരെ കുറച്ചായിരിക്കും, ആ എമൗണ്ട് മാത്രമേ നഷ്ടപ്പെടുള്ളൂ. ഇവിടെ അൺലിമിറ്റഡ് റിസ്ക് ആണ് ഫ്യൂച്ചർ ട്രേഡേഴ്സ് എന്നുള്ളത്. ഒരുപാട് എമൗണ്ട് നമ്മൾ മാർജിൻ ആയിട്ട് കൊടുക്കും, ആ എമൗണ്ട് മൊത്തം നമുക്ക് പോകും. പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ്. ഇവിടെ അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഫോർ ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇവിടെ ബയേഴ്സിനാണ് കൂടുതൽ പ്രോഫിറ്റ്, ഇവിടെ ബയേഴ്സിനും സെല്ലേഴ്സിനും നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്താൽ നല്ല പ്രോഫിറ്റ് കിട്ടും, നല്ല രീതിയിൽ ട്രേഡ് ചെയ്തില്ലെങ്കിൽ നല്ല ലോസും വരും. ഓക്കെ, ആൻഡ് ലോസ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അൺലിമിറ്റഡ് ലോസ് ആണ് വരിക, ഇവിടെ ലിമിറ്റഡ് ലോസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് പ്രോഫിറ്റ്. ഓപ്ഷൻ പ്രീമിയം എത്രയാണോ അടച്ചത് അത്ര മാത്രമാണ് ലോസ് വരിക. ഇവിടെ അൺലിമിറ്റഡ് പ്രോഫിറ്റും അൺലിമിറ്റഡ് ലോസും ആണ്. സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ് സെറ്റിൽമെന്റ് മാത്രമേ ഉള്ളൂ, ഇവിടെ ഫിസിക്കലും ക്യാഷും സെറ്റിൽ ചെയ്യാം. ഇവിടെ ഓപ്ഷൻ എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുക, ഫ്യൂച്ചർ എക്സ്ചേഞ്ച്, രണ്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ. ലിവറേജ് എന്ന് പറയുമ്പം ഇവിടെ പ്രീമിയം വെച്ചിട്ടാണ് ലിവറേജ് കൊടുക്കുന്നത്, ഇവിടെ മാർജിൻ വെച്ചിട്ടാണ് ലിവറേജ് കൊടുക്കുന്നത്. അതായത് ഇവിടെ മാർജിൻ എമൗണ്ട്, ഇവിടെ പ്രീമിയം എമൗണ്ടും. ഒറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, പ്രീമിയം എമൗണ്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, മാർജിൻ എമൗണ്ട് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. സോ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ടേം ആണ് ഓപ്ഷൻ, പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് എനി ടൈം. അടുത്ത ഒരു പാർട്ടും കൂടെ മാത്രമേ ഉള്ളൂ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ. വിൽ സീ ദാറ്റ് ഇൻ our next part. So thank you.